കർത്താവിൽ പ്രിയ ദൈവമക്കളെ, യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഏവർക്കും വന്ദനം ചൊല്ലുന്നു. ആരെയും അവഗണിക്കാത്തവനും എല്ലാവരെയും മാനിക്കുന്നവനുമായ കർത്താവിനെക്കുറിച്ച് പങ്കുവയ്ക്കുവാനാണ് ഞാൻ ഈ സമയം വിനിയോഗിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ പ്രഭാഷണ ചിന്തയിലേക്ക് വാതിൽ തുറക്കുന്ന വേദഭാഗമാണ് യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ പ്രാരംഭ കാലഘട്ടമായിട്ടാണ് ഈ വചനഭാഗത്തെ നമുക്ക് നോക്കിക്കാണുവാനാകുക. ഗലീല പട്ടണത്തിലെ ഖാന എന്ന ഗ്രാമത്തിൽ വെച്ചാണ് ഈ ബൈബിൾ സംഭവം അരങ്ങേറുന്നത്. ഖാനായിലെ ഒരു കൊച്ചു ഭവനത്തിലാണ് യേശു ഇപ്പോൾ ആയിരിക്കുന്നത്. അതൊരു കല്യാണ വീടായിരുന്നു. ആ വീട്ടിലെ കല്യാണം കൂടുവാനാണ് യേശു വന്നത്. യേശു രോഗീഭവനങ്ങളും മരണവീടുകളും ചുങ്കക്കാരുടെ വീടുകളും മാത്രമായിരുന്നില്ല സന്ദർശിച്ചിരുന്നത്. കല്യാണ വീടുകളിലും ആഘോഷവേദികളിലും യേശുവിൻ്റെ സന്ദർശനം ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. യേശു മാത്രമല്ല, അവനോടുകൂടെ ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. യേശുവിൻ്റെ അമ്മയായ മറിയയും ആ കല്യാണത്തിന് സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു. വിവാഹ കൂട്ടായ്മയിലേക്കുള്ള ആ സന്ദർശനം ആ ഭവനവുമായുള്ള ഒരാത്മാർത്ഥ ബന്ധമോ കുടുംബ ബന്ധമോ ആയിരിക്കാം എന്ന് നമുക്ക് കരുതാം. വിവാഹ കൂട്ടായ്മയിലേക്ക് യേശുവിനെ പ്രത്യേകം ക്ഷണിച്ചു എന്നുള്ളത് പ്രശംസാർഹവും സ്മരണാർഹവുമായ ഒരു നല്ല മാതൃകയായി പരിഗണിക്കപ്പെടേണ്ടതാണ്. ക്രിസ്ത്യാനികളായ നമ്മൾ ഓരോരുത്തരും യേശുവിനെ നമ്മുടെ ഭവനത്തിലേക്ക് ക്ഷണിക്കാറുണ്ടോ എന്നത് ഒരു ആത്മപരിശോധനയ്ക്ക് വിഷയമാക്കേണ്ടതാണ്. വിവാഹവും മറ്റു ആഘോഷ പരിപാടികളും സംഘടിപ്പിക്കുമ്പോൾ നാം വിട്ടുപോകുന്ന ഏക വ്യക്തിയാണ് യേശു. ഈശോ ഈ ഭവനത്തിൻ്റെ നാഥൻ എന്ന മനോഹരമായ ഫോട്ടോ ഫ്രെയിമൊക്കെ നമ്മുടെ ഭവനത്തിൻ്റെ കവാടത്തിൻ്റെ മുൻപിൽ തൂക്കിയിടാറുണ്ടെങ്കിലും ഈശോയെ ക്ഷണിക്കുവാനും വരവേൽക്കുവാനും അകത്തളങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാനും നാം വിമുഖത കാണിക്കുന്നവരാണ്. കുടുംബക്കാരുടെ ക്ഷണം സ്വീകരിച്ച് യേശു ആ കൊച്ചു വീട്ടിലേക്ക് വന്നു എന്നത് ഒരു നിസ്സാര കാര്യമായിട്ട് കരുതാവുന്നതല്ല. ഖാനായിലെ ആ കുടുംബം യേശുവിനെ ആത്മാർത്ഥമായി ക്ഷണിക്കുക കൊണ്ട് യേശു അവിടം വന്നു എന്ന് മാത്രമല്ല, യേശുവിൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ ആ കുടുംബത്തെ യേശു തിരഞ്ഞെടുത്തു എന്നതാണ് ആ വിവാഹവേദിയുടെ തിളക്കം. ദൈവപുത്രനായ ഈശോ മിശിഹായാൽ ആ കുടുംബം ആദരിക്കപ്പെട്ടു എന്നതാണ് അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ ക്രെഡിറ്റ്. യോഹന്നാൻ്റെ സുവിശേഷം പ്രഘോഷിക്കുന്നത് ഇങ്ങനെയാണ്: യേശു ഇതിന് അടയാളങ്ങളുടെ ആരംഭമായി ഗലീലായിലെ കാനാവിൽ വെച്ച് ചെയ്ത് തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. നമ്മുടെ എളിയ ഭവനങ്ങളും യേശുവിൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാനുള്ള പ്ലാറ്റ്ഫോമുകളായി മാറട്ടെ എന്ന് ഇത്തരുണത്തിൽ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഈ വേദഗ്രന്ഥ സംഭവം നമ്മുടെ ബാല്യകാലം മുതൽക്ക് നമുക്ക് സുപരിചിതമാണ്. ശിശുപ്രായം മുതൽ തൊട്ട് സൺഡേ സ്കൂളിൽ കേട്ട് തഴമ്പിച്ച പുതുമയില്ലാത്ത വേദഭാഗമാണ് ഇത്. ഒരേയൊരു അത്ഭുതത്തെക്കുറിച്ച് മാത്രമാണ് നാം ആ സംഭവത്തിലൂടെ ഓർക്കുന്നത്. മറിച്ച്
മറ്റൊരു സംഗതിയും നാം ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. നമ്മുടെ നിഗമനങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ പറയും, ഈ വേദഭാഗത്ത് ഒന്നല്ല 3 അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട് എന്ന്. ഒരു അത്ഭുതത്തെക്കുറിച്ച് മാത്രമാണ് നമുക്ക് അറിവെങ്കിലും നമുക്ക് കാണാനാകാത്ത, ഗ്രഹിക്കാൻ കഴിയാത്ത 2 അത്ഭുതങ്ങൾ കൂടെ അവിടെ മറഞ്ഞ് കിടപ്പുണ്ട്. ഈ അത്ഭുതങ്ങളെ 2ആയി നമുക്ക് വേർതിരിക്കാം. ഒന്ന് ദൃശ്യമായത് എങ്കിൽ മറ്റുള്ളത് അദൃശ്യമായ അത്ഭുത സംഭവങ്ങളാണ്. ഈ അത്ഭുത സംഭവങ്ങൾ ദൃശ്യമാകണമെങ്കിൽ വായനയുടെ എണ്ണമില്ലാത്ത ആവർത്തനങ്ങളിലൂടെ നാം കടന്നു പോകേണ്ടിയിരിക്കുന്നു. ആവർത്തനം മാത്രം പോരാ, വരികൾക്കുള്ളിലൂടെ സഞ്ചരിക്കുവാനും വരികൾക്കിടയിലൂടെ വായിക്കുവാനും നമുക്ക് ആകണം. ഉദാഹരണമായി ഞാൻ പറയട്ടെ, ഒരു സൈക്കിൾ യാത്രയിലൂടെ കയറ്റം കയറുമ്പോൾ ചില വേളകളിൽ ആഞ്ഞ് ചവിട്ടേണ്ടതായിട്ട് വരും. ചിലപ്പോൾ എഴുന്നേറ്റ് നിന്നുകൊണ്ടും സൈക്കിൾ ചവിട്ടേണ്ടതായി വന്നേക്കാം. എന്നാൽ മാത്രമേ ആ യാത്ര ഉദ്ദേശിച്ചെടുത്ത് എത്തുകയുള്ളൂ. ഒളിഞ്ഞു കിടക്കുന്ന മർമ്മ സാരങ്ങൾ കണ്ടെത്തുവാൻ വായനയും മറുവായനയും ആവർത്തന വായനയും നമുക്ക് ആവശ്യമാണ് എന്ന് അർത്ഥം. ഖാനാവിലെ കല്യാണ വീട്ടിലെ എല്ലാവർക്കും അറിയാവുന്ന അത്ഭുതം എന്ന് പറയുന്നത് യേശു പച്ചവെള്ളം വീഞ്ഞാക്കി മാറ്റിയ സംഭവമാണ്. വിവാഹ കൂട്ടായ്മയുടെ പ്രധാന വിഭവമായ വീഞ്ഞ് എന്ന പാനീയം തീരുന്നു എന്നതാണ് ആ വീടിനെ അലട്ടുന്ന വിഷയം. ഇതുവഴി ഉണ്ടായേക്കാവുന്ന അപമാനഭാരം സഹിക്കുവാൻ കഴിയുന്നതല്ല. ഈ ദുഷ്പേരെ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് യേശു വെള്ളം വീഞ്ഞാക്കി മാറ്റിയത്. വീഞ്ഞിൻ്റെ അപര്യാപ്തത ആദ്യം അറിയുന്നതും ഇരുചെവി അറിയാതെ യേശുവിൻ്റെ കാതിൽ രഹസ്യമായി എത്തിക്കുന്നതും യേശുവിൻ്റെ മാതാവാണ്. യേശുവിൻ്റെ അമ്മയ്ക്ക് ഓൾറൗണ്ടറായിട്ട് ഓടി നടക്കുവാനും കാര്യങ്ങളുടെ നിജസ്ഥിതി വിലയിരുത്തുവാനുമുള്ള അടുത്ത ബന്ധവും അടുപ്പവും മറിയയ്ക്ക് ആ വീടുമായിട്ട് ഉണ്ടായിരുന്നു. ഈ വീഴ്ച കണ്ടെത്തി ആ ഭവനത്തെ തൃശങ്കുവിലാക്കുവാനും തരം താഴ്ത്തുവാനും മറിയ തുനിയുന്നതായിട്ട് കാണുന്നില്ല. അപമാന ശ്രമത്തിനല്ല, വീഴ്ചയുടെ ആഘാതത്തിൽ നിന്നും രക്ഷിക്കുവാനുള്ള പരിഹാരം കണ്ടെത്തുവാനാണ് മറിയ ഇവിടെ ശ്രമിക്കുന്നത്. ഈ നല്ല മാതൃക ശ്ലാഘനീയവും അനുകരണീയവും ആണ്. ഇങ്ങനെയുള്ള വേളകളിൽ നമുക്കും സ്വീകരിക്കാവുന്ന നല്ലതും ഉദാത്തവുമായ മാതൃകയായിട്ട് മറിയുടേതായ പ്രവർത്തനം നമുക്ക് കാണുവാനായിട്ട് കഴിയും. യേശുവിൻ്റെ പ്രവർത്തന സരണിയിൽ രഹസ്യാത്മകതയ്ക്ക് സ്ഥാനമില്ല. പരസ്യമായി തന്നെയാണ് യേശുവിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. കൽപാത്രങ്ങൾ 6 എണ്ണത്തിലും ശുശ്രൂഷക്കാരോട് വെള്ളം കോരി നിറയ്ക്കുവാൻ പറഞ്ഞപ്പോൾ ശുശ്രൂഷക്കാർ വെള്ളം വക്കോളവും നിറച്ചു. ഇപ്പോൾ കോരി വിരുന്നുവാഴിക്ക് കൊണ്ടുപോയി കൊടുപ്പിൻ എന്ന് യേശു പറഞ്ഞു. അവർ കൊണ്ടുപോയി കൊടുത്തു. അത് എവിടെ നിന്ന് എന്ന് വെള്ളം കോരിയ ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നുവാഴിയോ മറ്റു ആരും അത് അറിഞ്ഞിരുന്നില്ല. വീഞ്ഞായി തീർന്ന വെള്ളം വിരുന്നുവാഴി രുചിച്ച് നോക്കിയാറ് മണവാളനെ വിളിച്ച് അഭിനന്ദിക്കുന്നതായിട്ട് കാണുന്നു. മുമ്പത്തേക്കാൾ നല്ല വീഞ്ഞായിരുന്നു എന്ന് വിരുന്നുവാഴി സർട്ടിഫൈ ചെയ്യുന്നു. യേശു വെള്ളം വീഞ്ഞാക്കി മാറ്റിയ സംഭവമാണ് ഒന്നാമത്തേത് നമുക്ക് ദൃശ്യവുമായ അത്ഭുതം. എന്നാൽ രണ്ടാമത്തെ അത്ഭുതം എന്ന് പറയുന്നത് അദൃശ്യമാണ്. എളുപ്പം കാണാൻ കഴിയുന്നതല്ല.
കൂടെയുള്ള ആവർത്തന വായനയിലൂടെയും വരിയിൽ ഇടയിലൂടെയുള്ള വായനയിലൂടെയും മാത്രമേ ആയത് ഗ്രഹിക്കാനാകുള്ളൂ. ഈ അദൃശ്യ കഥാപാത്രങ്ങൾ ഇവിടെ തികച്ചും കൽപാത്രങ്ങളായിട്ട് നാം കാണേണ്ടിയിരിക്കുന്നു. വിവാഹ വീട്ടിലെ കൽപാത്രങ്ങളുടെ ഇരിപ്പിടങ്ങൾ തെല്ലകലെ മുറ്റത്തിൻ്റെ ഒരു കോണിൽ പടിപ്പുരയിലോ വഴിവക്കിലോ ആയിരിക്കാം. ആരാലും ആദരിക്കപ്പെടാത്ത മനുഷ്യരുടെ ശുദ്ധീകരണത്തിനുള്ള വെള്ളം വഹിക്കുവാൻ മാത്രമുള്ളതായിരുന്നു ആ കൽഭരണികൾ. ക്ഷണിതാക്കളുടെ കൈകാലുകൾ കഴുകി ശുദ്ധി വരുത്തുവാനുള്ള ഒരു പാത്രമായിരുന്നു അത്. എന്നാൽ എല്ലാവരാലും അനാദരിക്കപ്പെട്ട ഒരു ഹീന പാത്രമായിരുന്നു ആ തൊട്ടികൾ എന്ന് നാം കരുതേണ്ടിയിരിക്കുന്നു. എന്നാൽ ആ കൽപാത്രങ്ങളുടെ സ്ഥാനം ഇപ്പോൾ വഴിവക്കിലല്ല, കലവറയിലാണ്. കൽഭരണികൾ ഇപ്പോൾ വീഞ്ഞ് നിറഞ്ഞ പാനപാത്രമായി മാറിയിരിക്കുന്നു. ശുദ്ധീകരണത്തിനുള്ള ജലമല്ല, VIP-കൾക്ക് പാനം ചെയ്യുവാനുള്ള മധുര പാനീയങ്ങളാൽ കൽത്തൊട്ടികൾ നിറഞ്ഞപ്പോൾ ആ കൽഭരണികൾ പ്രധാന വേദിയിലേക്ക്, കലവറയിലേക്ക് തന്നെ മാറ്റപ്പെട്ടു എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഭരണികൾ വളരെ ബന്ധോസിലാണ്, കലവറക്കാരൻ്റെ മേൽനോട്ടത്തിലാണ്. ഇത് ഒരു അത്ഭുതാവഹമായ കാണാമറയത്തുള്ള ഒരു അത്ഭുത ദൃശ്യമാണ്. ഇതാണ് രണ്ടാമത്തെ അത്ഭുതം എന്ന് പറയുന്നത്. മൂന്നാമത്തെ അത്ഭുതമായി ഞാൻ കാണുന്നത് കാനാവിലെ കല്യാണ ഭവനത്തെ തന്നെയാണ്. 11-ാം വാക്യമാണ് ഈ ചിന്തയിലേക്ക് ഉള്ള ചൂണ്ടുപലക. ആ കല്യാണ വീട് പെരുമയുടെ കൊടുമുടികൾ ഏറുവാൻ ഇടയായി. നസ്രായനായ ഈശോവിൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാനുള്ള വേദിയായി ആ ഭവനം മാറി എന്നുള്ളതാണ് അത്ഭുതകരമായ വിശേഷം. കാനായിലെ ആ ഭവനം ദൈവത്തിൻ്റെ പുത്രനായ ഈശോ മിശിഹായുടെ മഹത്വം തെളിയിക്കുവാനുള്ള ഭവനമായി. യേശുവിനാലും ദൈവത്താലും തിരഞ്ഞെടുക്കപ്പെട്ടു എന്നതാണ് ആ ഭവനത്തിന് ഇപ്പോൾ കിട്ടിയ അസുലഭ അവസരം. ഇത് ആ ഭവനത്തിൽ കിട്ടാവുന്നതിലും വലിയ ഒരു ബഹുമതിയായി ആയിരുന്നു. യേശുവിൻ്റെ വരവോടുകൂടി ആ ഭവനം മാത്രമല്ല, കാന എന്ന കുഗ്രാമവും ആദരിക്കപ്പെടുകയാണ് ചെയ്തത്. കാനായും കാനാവിലെ നിവാസികളും യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ വേളകളിലെ ആദ്യ കണ്ണിയായി സുവിശേഷത്തിലെ സുവിശേഷമായി മാറി. ഈ സംഭവം ഈ വേദഭാഗം പറയാതെ പറയുന്ന മൂന്നാമത്തെ അത്ഭുതമാണ്. ഈ സുവിശേഷ ഭാഗം ചുരുളഴിക്കുന്ന അത്ഭുതങ്ങൾ 3 ഈ 3 അത്ഭുതങ്ങളിലൂടെ നൽകുന്ന ഗുണപാഠങ്ങൾ ഇതാണ്. യേശു കുറവുകൾ പരിഹരിക്കുന്നവനും നിന്റെ ഹീനാവസ്ഥയിൽ നിന്നും മാനപാത്രമായി രൂപാന്തരപ്പെടുത്തുന്ന നിന്റെ ഭവനത്തെ യേശുവിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്ന വേദിയാക്കി മാറ്റുവാനും കഴിവുള്ള നിന്നെ സ്നേഹിക്കുന്നവനാണ് എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഈ യേശുവിന് അഭയം പ്രാപിച്ച് ഉന്നതരായി തീരുവാൻ, മാനപാത്രങ്ങളായി തീരുവാൻ ദൈവം നമ്മെ ഏവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം നിങ്ങളേവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.